ഇ സി ടിയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. ഇ സി ടി നമ്മൾ പഠിച്ചു, ഇ സി ടിയുടെ ഇൻഡിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇ സി ടിയുടെ ഇൻഡിക്കേഷൻ എന്താണ്? ഇ സി ടിയുടെ മെയിൻ ആയിട്ട് ഇൻഡിക്കേഷൻ ആണ് മേജർ ഡിപ്രഷൻ അല്ലേ? ഇൻഡിക്കേഷൻ മേജർ ഡിപ്രഷൻ ആണ്. അതുപോലെ കാറ്ററ്റോണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാറ്ററ്റോണിയ എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രേനിയയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കാറ്ററ്റോണിയ. ഒരു പ്രത്യേക ഭാഗത്ത് മൂവ്മെന്റ് ഇല്ലാതിരിക്കുക, അങ്ങനെയല്ലേ? അപ്പൊ ഇതിനകത്ത് കോൺട്രാ ഇൻഡിക്കേഷൻ ഇൻക്ലൂഡ്സ് ഏതാണ്? ആൻസർ ചെയ്തോളൂ. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് കേട്ടോ. ഓപ്ഷൻ ഇ ആണ്. അതായത് ഇങ്ങനെയുള്ള കേസുകളിലൊന്നും നമ്മൾ ഇ സി ടി കൊടുക്കത്തില്ല. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അല്ലെ? ഇ സി ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതുകയാണ്. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി കേട്ടോ. അപ്പൊ ഇ സി ടി ഈ കേസിലൊന്നും ചെയ്യില്ല. ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ ചെയ്യില്ല. ഇൻക്രീസ്ഡ് ഐസ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഉണ്ടെങ്കിൽ ചെയ്യില്ല. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ ചെയ്യില്ല. റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യില്ല. അപ്പൊ ഇതൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. ഓക്കെ. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് റെറ്റിന വിട്ടുപോവാണ് കണ്ണിൽ നിന്ന്. പി സി ടിയുടെ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് 7 to 120 ആണ് വോൾട്ടേജ് കൊടുക്കുന്നത്. പിന്നെ ഈ ഡ്യൂറേഷൻ ഓഫ് കറണ്ട് 0.7 to 1.5 സെക്കൻഡ്സ് ആണ് കറണ്ട് കൊടുക്കുന്നത്. ഫ്രീക്വൻസി 3 times a വീക്ക് ആണ്. മിക്കവാറും 3 ദിവസങ്ങളിൽ ആഴ്ചയിൽ കൊടുക്കും. ഓക്കെ. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മേജർ ഡിപ്രഷൻ, കാറ്ററ്റോണിയ, സിവിയർ കാറ്ററ്റോണിയ, സിവിയർ സൈക്കോസിസ്, മാനിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞു. ഇനി ഇതിനകത്ത് കൊടുക്കുന്ന മസിൽ റിലാക്സന്റ് സക്സിനൈൽ കൊളിൻ അല്ലെങ്കിൽ സ്കോളിൻ എന്ന് പറയും. ദാറ്റ് ഈസ് സക്സിനൈൽ കോളിൻ. അതായത് മസിൽ റിലാക്സന്റ് ആണ്. മസിൽ റിലാക്സന്റ് ആണ്. അതുപോലെ തയോപെൻഡോൺ സോഡിയം. തയോപെൻഡോൺ സോഡിയം ഇതെന്താണ്? തയോപെൻഡോൺ സോഡിയം അനസ്തെറ്റിക് ആണ്. അതുപോലെ അട്രോപ്പിൻ കൊടുക്കും. അട്രോപ്പിൻ എന്തിനാ കൊടുക്കുന്നത് ചോദിച്ചാല് സെക്രീഷൻസ് ഇല്ല, നമ്മുടെ സെക്രീഷൻസ് കുറയാൻ വേണ്ടി അല്ലെ? ഈ കറണ്ട് കൊടുക്കുമ്പോ ഈ ഫിറ്റ്സ് ഒക്കെ വരില്ലേ? ഫിറ്റ്സ് വരുമ്പോ സീഷർ വരുമ്പോ എന്ത് വരും? ഇത് വരും, എന്താ പറയാ, വായിലൂടെ നൊരപതയൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അട്രോപ്പിൻ IM കൊടുക്കും ടു റെഡ്യൂസ് സെക്രീഷൻസ് കുറയാൻ വേണ്ടിയാണ്. അതുപോലെ പ്രിവെന്റ് ആസ്പിരേഷൻ, അതായത് നുരയും പതയൊക്കെ വന്നിട്ട് ആസ്പിരേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ADHDയുടെ ഫുൾ ഫോം ചോദിക്കും. ADHD എന്താണെന്ന് കമന്റ് ചെയ്യാവോ? ADHDയുടെ ഫുൾ ഫോം ഇത് നമുക്ക് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നും പറയുന്നു. ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ, അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതായത് അതിന്റെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ADHDയുടെ ഫുൾ ഫോം. കുട്ടികൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും, ഓവർ ആക്റ്റീവ് ആയിരിക്കും. ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖമാണ്. ഡെവലപ്മെന്റ് കുറവായിരിക്കും.
ഈ ഇമ്പൾസീവ്നെസ് ആയിരിക്കും. ഇമ്പൾസീവ്നെസ്, ഇനറ്റൻഷൻ, ഇനറ്റൻഷൻ, ഇമ്പൾസീവ്നെസ്, ഇനറ്റൻഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഡ്രഗ് ആണ് മിഥൈൽഫിനിഡേറ്റ്. ചിലപ്പോൾ ADHD ഫുൾ ഫോം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. കറക്റ്റ് ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. അപ്പൊ ഇതിന് കൊടുക്കുന്ന ഡ്രഗിന്റെ പേര്, ഡ്രഗ്സ് ഏതൊക്കെയാ കൊടുക്കുക എന്ന് ചോദിക്കാം. മിഥൈൽഫിനിഡേറ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഒന്ന് മീഥൈൽഫിനിഡേറ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് റിറ്റാലിൻ. നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണ് കേട്ടോ. കാരണം JPHന്റെ ബുക്കിലൊന്നും ഇങ്ങനത്തെ പഠിക്കാൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. നിങ്ങളും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ആംഫിറ്റാമിൻ അനദർ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് കേട്ടോ. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആംഫിറ്റാമിൻ, മിഥൈൽഫിനിഡേറ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇനി എന്താണ് ഡൗൺ സിൻഡ്രം എന്ന് ചോദിക്കാം. ഡൗൺസ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ട്രൈസോമി 21 ആണ്. ട്രൈസോമി 21, എക്സ്ട്രാ ക്രോമസോം 21. ട്രൈസോമി 21 ആണ് ഡൗൺ സിൻഡ്രം. എക്സ്ട്രാ 21 ക്രോമസോം അല്ലെ. അപ്പൊ ഇവർക്ക് എന്താണ്, പതിഞ്ഞ മൂക്ക് ഉണ്ടാവും അല്ലെ. കുട്ടികളെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും, പതിഞ്ഞ മൂക്കാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറെ ഡെവലപ്മെന്റൽ ഡിലേ ഒക്കെ ഉണ്ടാവും. ഇനി ഈ അറ്റൻഷൻ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഡൗൺ സിൻഡ്രം. അതുപോലെ ക്യാറ്റ് ക്രൈ സിൻഡ്രം എന്ന് പറഞ്ഞൊരു സിൻഡ്രം ഉണ്ട്. ക്യാറ്റ് ക്രൈ സിൻഡ്രം ഇതെന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് 5 ക്രോമോസോംസ്. ആബ്സെൻറ്റ് ഓഫ് 5 ക്രോമോസോം ദാറ്റ് ഈസ് ക്യാറ്റ് ക്രൈ സിൻഡ്രം MRന് കാരണമാകുന്നുണ്ട്. അപ്പൊ ലെഡ് പോയിസണിങ്, അതുപോലെ ലെഡ് പോയിസണിങ് MRന് കാരണമാകുന്നുണ്ട്. MR എന്ന് പറഞ്ഞാൽ മെന്റൽ റിട്ടാർഡേഷൻ ആണ്. അതുപോലെ മദറിന്റെ ഏജ് 35 വയസ്സിൽ കൂടി കഴിഞ്ഞിട്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടായത് 35 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ MR ആകാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പുണ്ടെന്നല്ല, ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഉറപ്പല്ല, ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എന്ന് വെച്ച് 35 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ജനിക്കുന്നത് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളല്ല കേട്ടോ. ഇതൊന്ന് വായിക്കണേ, എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ, ഒരു 2 മിനിറ്റ്.